ബൈസെപ്സിനുള്ള ഈ വർക്കൗട്ട് ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇന്ന് തന്നെ ഇതുപോലെ ചെയ്യുന്നത് നിർത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ടോട്ടലി റോങ് ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ്. ഇതുപോലെ ചെയ്താൽ നിങ്ങളുടെ നടുവിന്, നിങ്ങളുടെ നട്ടെല്ലിന് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പണി കിട്ടുന്ന കാര്യം ഉറപ്പാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഡിൽസോൺ 28. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ബൈസെപ്സ് വർക്കൗട്ടുകളാണ്. നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ ആദ്യം തന്നെ ഹെവി ആയിട്ടുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ ബൈസെപ്സിന് ചെയ്യാൻ പാടില്ല. അതായത് 2-3 മാസം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന വർക്കൗട്ടും നിങ്ങൾ ഒരു തുടക്കക്കാർ ചെയ്യുന്ന വർക്കൗട്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ബിഗിനേഴ്സിനുള്ള വർക്കൗട്ടുകൾ ചെയ്ത് അതൊന്ന് എക്സ്പീരിയൻസ് ആയ ശേഷം നിങ്ങളുടെ മസിൽസിന് സ്ട്രെങ്ത് ആയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നിങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. മാത്രമല്ല നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ടും നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ വർക്കൗട്ടാണ് വീഡിയോയുടെ ഫസ്റ്റ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് ഈ വർക്കൗട്ട് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്. സ്റ്റാൻഡിങ് ബാർബൽ കേൾ എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര്. തുടക്കക്കാർക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു വർക്കൗട്ടാണ് ഇത്. ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം ചെയ്ത വീഡിയോയും ഇപ്പോഴുള്ള വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഞാൻ ആദ്യം ചെയ്ത വീഡിയോ. ടോട്ടലി റോങ് ആയിട്ടുള്ള ഒരു പൊസിഷനാണിത്. നിങ്ങളുടെ നട്ടെല്ല്, അതായത് തണ്ടെല്ല് ഇതുപോലെ സ്വിങ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. ഇത് ഇഞ്ചുറി ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ബിഗിനേഴ്സ് ഇത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രോപ്പറായിട്ടുള്ള വീഡിയോയും റോങ് ആയിട്ടുള്ള വീഡിയോയുമാണ് ഞാൻ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് കാണിച്ചിരുന്നത്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണെന്ന് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെയാണ് ഈ വർക്കൗട്ടിൻ്റെ പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ. അതായത് നിങ്ങളുടെ തണ്ടെല്ല്, നട്ടെല്ല് വളയാൻ പാടില്ല. നിങ്ങളുടെ എൽബോ, അതായത് നിങ്ങളുടെ കൈമുട്ട് അവിടെ ഫിക്സ് ചെയ്തിട്ട് ബാറ് മുകളിലേക്ക് പൊക്കുക. ബാറ് മുകളിലേക്ക് പൊക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തണ്ടൽ വളയാൻ പാടില്ല, എൽബോ അധികം സ്വിങ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ ബാറ് മുകളിലേക്ക് പൊക്കുമ്പോഴാണ് ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത്. അതായത് വെയിറ്റ് എടുക്കുമ്പോഴാണ് ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത്. ഈ വർക്കൗട്ടിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് നിങ്ങൾക്കിപ്പോൾ കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നേരത്തെ കണ്ട വീഡിയോയും, അതായത് റോങ് ആയിട്ടുള്ള വീഡിയോയും ഇപ്പം പ്രോപ്പർ പൊസിഷൻ ആയിട്ടുള്ള വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായ വാമപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അതായത് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ബോഡിയെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുന്നതാണ് ഈ വാമപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വാമപ്പ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ മസിൽസ് പെയിൻ, ജോയിൻറ്റ് പെയിൻ, മസിൽസ് ക്രാമ്പ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് ബിഗിനേഴ്സിനോട് പറയാനുള്ള കാര്യം വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യമാണ്. അതായത് ഓരോ സെറ്റ് കഴിയുമ്പോഴും ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യമാണ്. ഓരോ സെറ്റ് കഴിയുമ്പോഴും വെയിറ്റ് ഇൻക്രീസ് ചെയ്താൽ മസിൽസിന് കൂടുതൽ ലോഡ് കിട്ടുന്നത്. അപ്പോൾ ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റ് കൂട്ടുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ ബോഡിയുടെ ഫോമും പൊസിഷനും വർക്കൗട്ട് പൊസിഷനും കൃത്യമാണ് എന്ന് ഉറപ്പ് വരുത്തണം. അല്ലാതെ വെറുതെ വെയിറ്റ് മാത്രം ഇൻക്രീസ് ചെയ്ത് വർക്കൗട്ടിൻ്റെ പൊസിഷൻ, ഞാൻ ആദ്യം കാണിച്ചതുപോലെ വർക്കൗട്ടിൻ്റെ പൊസിഷൻ മാറി അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ടാണ് പ്രീച്ചർ കേൾ മെഷീൻ. ഈ മെഷീൻ വർക്കൗട്ട് ബിഗിനേഴ്സിന് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. നമുക്ക് ആവശ്യമുള്ള വെയിറ്റ് നമ്മുടെ സ്ട്രെങ്ത്തിനും സ്റ്റാമിനയ്ക്കും അനുസരിച്ച് ആവശ്യമുള്ള വെയിറ്റ് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന അതേ പൊസിഷനിൽ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ ബോഡിയിൽ അധികം മൂവ്മെൻറ്റ് ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ കൈയുടെ അടിഭാഗം, അതായത് ട്രൈസെപ്സിൻ്റെ ഭാഗം മെഷീൻ്റെ ആ ഒരു ബെഞ്ചിൽ ഫിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക, അതായത് മുകളിലേക്ക് പൊക്കുക. മുകളിലേക്ക് പൊക്കുമ്പോഴാണ് ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ വർക്കൗട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് താഴ്ത്താൻ പാടില്ല. അതായത് എൽബോ ഫുൾ സ്ട്രെയിറ്റ് ആവാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് താഴ്ത്തുമ്പോൾ മസിൽസ്, അതായത് ബൈസെപ്സ് അവിടെ ലോക്കാവും. അപ്പം നിങ്ങൾക്ക് വീണ്ടും അത് അടിയിൽ നിന്ന് വീണ്ടും പൊക്കാൻ പറ്റിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ടിൽ കോൺസെൻട്രേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. അതായത് വർക്കൗട്ടിലേക്കുള്ള ഫോക്കസ് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ തവണയും വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ് മസിൽസിന് കൂടുതൽ നല്ലത്. അതായത് മസിൽസിൻ്റെ ടിഷ്യൂസിന്, അതായത് മസിൽസിന് കൂടുതൽ ലോഡ് കൊടുക്കുന്നതാണ് മസിൽസിൻ്റെ ഗ്രോത്തിന് നല്ലത്. അതുകൊണ്ടാണ് ഓരോ സെറ്റ് കഴിയുമ്പോഴും പറ്റാവുന്ന വെയിറ്റ് നമ്മൾക്ക് ഇൻക്രീസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാം എന്ന് പറയുന്നത്. ഓരോ സെറ്റ് കഴിയുമ്പോഴും 1 മിനിറ്റ് വരെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. നിങ്ങൾ ഒരുപാട് ടയേർഡ് ആയിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റ് വരെ റെസ്റ്റ് എടുത്താലും യാതൊരു കുഴപ്പമില്ല. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡംബൽ കാളാണ്. സ്റ്റാൻഡിങ് ഡംബൽ കാളാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇത് നമുക്ക് സിറ്റിങ്ങിലും ആയിട്ട് ചെയ്യാം, അതായത് ഇരുന്നിട്ട് ചെയ്യാം. ഞാനിപ്പം ചെയ്യുന്നത് സ്റ്റാൻഡിങ് ഡംബൽ കാളാണ്. ബൈസെപ്സിന് നല്ല ക്വാളിറ്റി കൂടാനും നല്ല ഷേപ്പാക്കി എടുക്കാനുള്ള മെയിനായിട്ടുള്ളൊരു വർക്കൗട്ടാണിത്. അതായത് ഡംബൽ കേൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബൈസെപ്സിൻ്റെ എല്ലാ ഫൈബേഴ്സും ഒരുപോലെ വർക്കാവുന്ന ഒരു വർക്കൗട്ടാണ്. അത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങളുടെ ലോവർ ബൈസെപ്സ് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ ഫീൽ ആവുന്നതായിരിക്കും. കൂടുതൽ ടൈറ്റ് അവിടെ അനുഭവപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ബൈസെപ്സിന് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ടൈറ്റ് അവിടെ അനുഭവപ്പെടണം. അപ്പോഴാണ് ആ നിങ്ങളുടെ വർക്കൗട്ട് പ്രോപ്പറാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റും.
അതായത് കൃത്യമായിട്ടുള്ള ഒരു പൊസിഷനിലും ഫോമിലുമാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മസിൽസ് അവിടെ ടൈറ്റ് അനുഭവപ്പെടുന്നതായിരിക്കും. അത് ബൈസെപ്സ് മാത്രമല്ല, ഏത് വർക്കൗട്ടാണെങ്കിലും ഏത് മസിൽസിന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും ആ വർക്കൗട്ട് ചെയ്യുമ്പം അതേ മസിലിന് കൃത്യമായിട്ടുള്ള ടൈറ്റ് അവിടെ അനുഭവപ്പെടണം. ഓരോ കൈയും മാറി മാറിയിട്ടാണ് ഞാനിവിടെ ഡംബൽ കേൾ ചെയ്യുന്നത്. ഇത് 2 കൈയും ഒരുമിച്ച് പൊക്കിയിട്ടും ഈ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയ ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ റോങ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ നോർമലായിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ആയതിനു ശേഷം ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കൗട്ട് അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള വർക്കൗട്ട്, കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്നതായിരിക്കും. സ്റ്റാൻഡിങ് ബാർബൽ കേൾ ചെയ്ത പോലെ തന്നെയാണ് ഇതിൻ്റെ ബോഡിയുടെ പൊസിഷൻ വരുന്നത്. അതായത് നട്ടിൽ വളയാൻ പാടില്ല, ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ടിൻ്റെ പേരാണ് ഡംബൽ കോൺസെൻട്രേഷൻ കേൾ. ഈ വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ ഇരുന്നിട്ടാണ്. അതായത് വീഡിയോയിൽ കാണുന്ന പോലെ ഇരുന്നിട്ട് നിങ്ങളുടെ കൈമുട്ട്, അതായത് ട്രൈസെപ്സിൻ്റെ ഭാഗമാണ് തൊടയുടെ ആ സൈഡിൽ ഫിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഡംബൽ താഴ്ത്തിയിട്ട് അതേപോലെ തന്നെ മുകളിലേക്ക് പൊക്കുകയാണ്. വീഡിയോ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ബൈസെപ്സ് അവിടെ കൃത്യമായിട്ട് ടൈറ്റ് ആവുന്നതും അവിടെ ബൈസെപ്സ് പമ്പ് ആവുന്നതും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓരോ കൈയും മാറി മാറിയിട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. അതായത് ഓരോ സെറ്റും മാറി മാറി ചെയ്യാം. ഓരോ സെറ്റിന് ശേഷവും നിങ്ങൾക്ക് ആവശ്യമായ വെയിറ്റ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ വെയിറ്റ് എടുക്കുമ്പോഴാണ് ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത്. അതായത് ഈ വർക്കൗട്ട് ചെയ്യുമ്പം ഡംബൽസ് മുകളിലേക്ക് പൊക്കുമ്പോഴാണ് ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ബിഗിനേഴ്സിനുള്ള വർക്കൗട്ടാണ് ഞാനിപ്പം ചെയ്യുന്നത്. അടുത്തെൻ്റെ ഒരു വീഡിയോയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡംബൽ ഹാമർ കേളാണ്. ഈ വർക്കൗട്ട് ലോവർ ബൈസെപ്സിനും പിന്നെ ഫോർ ആംസിനും വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണിത്. കൃത്യമായിട്ടുള്ള പൊസിഷൻ മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ റിസൾട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുകയുള്ളൂ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന വർക്കൗട്ടുകൾ ഒരു ബിഗിനേഴ്സിന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റണമെന്നില്ല. അതിന് കാരണം സ്ട്രെങ്ത്ത് കുറവ്, സ്റ്റാമിന കുറവ്, അല്ലെങ്കിൽ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന വർക്കൗട്ട് ഒരു ബിഗിനർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ബൈസെപ്സിന് മാത്രമല്ല, എല്ലാ മസിൽസിനും ബിഗിനേഴ്സിന്, അതായത് തുടക്കക്കാർക്ക് ലൈറ്റായിട്ടുള്ള വർക്കൗട്ടായിരിക്കും ചെയ്യാവുന്നത്. അതിനുശേഷം എക്സ്പീരിയൻസ് ആയി വരുമ്പോഴാണ് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഡംബൽ ഹാമർ കേൾ എന്ന ഈ വർക്കൗട്ടും നേരത്തെ ചെയ്ത ഡംബൽ കേൾ എന്ന വർക്കൗട്ടും ഏകദേശം സാമ്യമുള്ള പോലെ നിങ്ങൾക്ക് തോന്നാം. നേരത്തെ പറഞ്ഞ ഡംബൽ കേൾ എന്ന വർക്കൗട്ട് ചെയ്യുമ്പം, അതായത് ഡംബൽ താഴെ നിന്ന് മുകളിലേക്ക് പൊക്കുമ്പോൾ കൈയുടെ റിസ്റ്റ് ഭാഗം, അതായത് കൈപ്പത്തി ഭാഗം ഷോൾഡറിന് ഫേസ് ചെയ്തിട്ടായിരിക്കും പൊക്കുന്നത്. എന്നാൽ ഡംബൽ ഹാമർ കേൾ എന്ന ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന വർക്കൗട്ട് ചെയ്യുമ്പം ഡംബൽ കുറച്ച് ചെരിച്ച് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഈ 2 വർക്കൗട്ട് തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് ബിഗിനേഴ്സിനുള്ള ബൈസെപ്സ് വർക്കൗട്ടാണ്. അടുത്ത വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ബിഗിനേഴ്സിനുള്ള ട്രൈസെപ്സ് വർക്കൗട്ടാണ്. നിങ്ങൾ ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.